ഹായ്. ആം, ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ശരിക്കും ആലോചിച്ച് ഈ വീഡിയോ ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പം ന്യൂസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ന്യൂസാണ്. അതായത് അതുല്യ, വിഭജിക, റീമ, അങ്ങനെ ഒരുപാട് പേര് ന്യൂസ് ഇപ്പോഴും അവിടെ അത് ആ ഒരു ഡൊമസ്റ്റിക് വയലൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് എല്ലാവരും ഇത്രയും ഒരു സൂയിസൈഡിൻ്റെ വക്കോളം അത്രയും വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഏൻഷ്യൻ ടൈംസിലൊക്കെ നമ്മൾ ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസിന് അധികം ഇമ്പോർട്ടൻസ് സൊസൈറ്റി കൊടുത്തിട്ടില്ല. കാരണം ലേഡീസ് അത് ആ ഒരു ഡൊമസ്റ്റിക് വയലൻസിലൂടെ കടന്നു പോകണം. അത് നമ്മൾ ആരോട് ഷെയർ ചെയ്താലും നമുക്ക് നമ്മളാരും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് അന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് നൗ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രകാരം നമ്മൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾക്ക് നേരെ ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. സപ്പോസ് നമ്മളുടെ കുട്ടികളെ ഓർത്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് സഹിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ഹോം മേക്കറാണ്, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, പിന്നെ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും? അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ തന്നെ ആരോടും പറയാതെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെപ്പറ്റി നമ്മൾ ആലോചിക്കാതെ ആണ് ഈ സൂയിസൈഡിലോട്ടൊക്കെ പോകുന്നത്, ഐ തിങ്ക്. അപ്പോൾ നമുക്ക് ഇതൊരു ഇങ്ങനൊരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു ബിഗിനിങ് നമ്മൾ വീട്ടിൽ കണ്ട് തുടങ്ങിയാൽ നമുക്ക് ആദ്യം ഹെൽപ്പിനായിട്ട് നമുക്ക് നമ്മുടെ പാരൻസിനെ അപ്രോച്ച് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പാരൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ അവർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാതിരിക്കില്ല. പിന്നെ ഉള്ളത്, ഇത് ആരോടും പറയാതെ ഇങ്ങനെ നമ്മൾ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടന്ന്, അല്ലെങ്കിൽ പറഞ്ഞിട്ടും നമുക്ക് മുൻകൈ എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ പുറകെ നടക്കാനും കോടതി കയറി ഇറങ്ങാനും ഉള്ള ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അത് ഇരുന്ന് ചെറിയ പ്രശ്നങ്ങൾ വലുതായി അവസാനം സൂയിസൈഡിലോട്ടാണ് ഈ ഒരു കാര്യം എത്തുന്നത്. അപ്പോൾ അത്രയും നമ്മൾ സഹിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് അവരുടെ ഇടിയും ഉപദ്രവവും ഒക്കെ ഏൽക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പാരൻസ് വേറൊരാളെ നമ്മളെ ഏൽപ്പിക്കുന്നത്? അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം, നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടണം. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ പാരൻസ് എപ്പോഴും ആലോചിക്കുന്നത്. പിന്നെ ഇങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇത് സഹിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുട്ടികളിൽ ഉള്ള പേരിലായിരിക്കാം, അല്ലെങ്കിൽ പുറമെയുള്ള ആൾക്കാർ എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ ഇതാണ് നമ്മൾ ആദ്യം, സെൽഫ് കെയർ ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്കതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാരൻസ്, നമുക്ക് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പാരൻസിനെയാണ്. പിന്നെ നമുക്കുള്ളത്, നമുക്ക് കേരള പോലീസിൻ്റെ അപരാജിത എന്നുള്ളൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. പിന്നെ പിങ്ക് പെട്രോളിൻ്റെ നമ്പറുണ്ട്. പിന്നെ വിമൻ ഹെൽപ്പ് ലൈന് വേറൊരു നമ്പറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിമണിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഇതുപോലെ സപ്പോർട്ടിങ് ടീംസ് ഉള്ളപ്പോൾ നമുക്ക് അവരെയും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ, നിങ്ങൾ ഇതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് സഫർ ചെയ്ത് ജീവിക്കുന്ന കുറച്ച് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ നമ്മുടെ ഹെൽപ്പ് ലൈൻ ടീംസിൻ്റെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.